അവനവൻ ഇഷ്ടപ്പെട്ട പാർട്ടി. ഹാവൽസ്, ഓരോ ലൈറ്റിലും ഡിലൈറ്റ്. VSനെ യോഗ പരിശീലിപ്പിച്ച ഓർമ്മയിൽ യോഗ മാസ്റ്റർ സുധീർ. പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട സമരം ഉദ്ഘാടനം ചെയ്യുന്നതിനായി ക്ഷണിക്കാൻ പോയി ഒടുവിൽ VSന്റെ യോഗ പരിശീലകനായി മാറിയ ഓർമ്മയിലാണ് പള്ളുരുത്തിലെ രുദ്ര യോഗ സെന്ററിലെ യോഗ മാസ്റ്ററായ സുധീർ മാസ്റ്റർ. 2001 VS പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോഴാണ് കല്ലുപ്പ് സമരവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ ക്ഷണിക്കാൻ സുധീർ മാസ്റ്റർ തിരുവനന്തപുരത്ത് എത്തുന്നത്. താനൊരു യോഗ പരിശീലകനാണ് എന്ന് പറഞ്ഞാണ് സുധീർ മാസ്റ്റർ VSനെ പരിചയപ്പെടുത്തിയത്. തുടർന്ന് എറണാകുളത്ത് എത്തി സമരം ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞപ്പോൾ VS സുധീർ മാസ്റ്ററെ എറണാകുളം ഗസ്റ്റ് ഹൌസിലേക്ക് ക്ഷണിച്ചു. താൻ യോഗ ചെയ്യാറുണ്ടെന്നും എന്നാൽ വേദന ശമനമില്ലെന്നും VS സുധീർ മാസ്റ്ററിനോട് പറഞ്ഞു. അടുത്ത ദിവസം പുലർച്ചെ സുധീർ മാസ്റ്റർ എത്തുമ്പോൾ VS യോഗ പരിശീലനത്തിന് തയ്യാറായി നിൽക്കുകയായിരുന്നു. അതുവരെ പുസ്തകം നോക്കി യോഗ ചെയ്തിരുന്ന VSനെ തന്റെ പ്രായത്തിനനുസരിച്ച് യോഗ പാഠങ്ങൾ പരിശീലിപ്പിച്ചത് സുധീർ മാസ്റ്ററായിരുന്നു. 2001 മുതൽ 2019 വരെ 18 വർഷം VSനെ യോഗ പരിശീലിപ്പിച്ചു. കോവിഡ് കാലമായതോടെയാണ് മുടങ്ങിയത്. ഭക്ഷണ കാര്യങ്ങളിലെല്ലാം നിയന്ത്രണങ്ങൾ വരുത്തിയിരുന്നു. VSന്റെ ചായ കൂടി നിർത്തിച്ചത് സുധീർ മാസ്റ്ററായിരുന്നു. എറണാകുളത്തും തിരുവനന്തപുരത്തുമെല്ലാം എത്തി VSനെ യോഗ പരിശീലിപ്പിച്ച അദ്ദേഹത്തിന്റെ പരിശീലകനായി 18 വർഷം തുടർന്നു സുധീർ മാസ്റ്റർ. 2001 എറണാകുളത്ത് സുകുമാർ അഴീക്കോട് സാറിന്റെ നേതൃത്വത്തിൽ ഞങ്ങളൊരു ഉപ്പ് സത്യാഗ്രഹം നടത്തി. ഉപ്പ് സത്യാഗ്രഹം അതായത് കല്ലുപ്പിനകത്ത് അയഡിൻ ചേർത്തതുകൊണ്ട് ജനങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്ന പുതിയ രോഗങ്ങളെ കുറിച്ചായിരുന്നു. ആ ഒരു അറിവ് എത്തിക്കാൻ വേണ്ടിയിട്ട് 91 ദിവസം ഒരു സത്യാഗ്രഹ പരിപാടി അഴീക്കോട് സാറിന്റെ നേതൃത്വത്തിലായിരുന്നു. അപ്പൊ അന്ന് ഞങ്ങള് പല രാഷ്ട്രീയക്കാരെ നേതാക്കന്മാരെ പോയി കണ്ടു. നമുക്ക് 24 തരത്തിലുള്ള പുതിയ രോഗങ്ങൾ ഉണ്ടാവാൻ പോകുന്നു. അപ്പൊ അത് വരാതിരിക്കാൻ നമുക്ക് അയഡിൻ ഉപ്പിനകത്ത് ചേർക്കരുത്. അപ്പൊ അതിന് പല രാഷ്ട്രീയ നേതാക്കന്മാരെ കണ്ടു, ആത്മീയാചാര്യന്മാരെ കണ്ടു, സാംസ്കാരിക നേതാക്കന്മാരെ കണ്ടു. ആദ്യം വന്നത് VS അച്യുതാനന്ദനാണ്. അപ്പൊ VSനെ ക്ഷണിക്കാൻ പോയത് അദ്ദേഹം വന്ന പ്രതിപക്ഷ നേതാവാണ്. അദ്ദേഹത്തെ ക്ഷണിക്കാൻ പോയത് ഞാനാണ്. അന്ന് അദ്ദേഹം ഗവൺമെന്റിലായിരുന്നു. തിരുവനന്തപുരത്ത് ഞാൻ ചെല്ലുമ്പോൾ അത് ഷാജഹാനായിരുന്നു PA. സുരേഷ് മുഖ്യമന്ത്രിയായിരുന്നു. ഷാജഹാനായിരുന്നു. ഷാജഹാനെ കണ്ടു സംസാരിച്ചു. ഷാജഹാൻ VSനടുത്തേക്ക് പറഞ്ഞു വിട്ടു. ഒരു യോഗാധ്യാപകനാണ്, അവരിങ്ങനെ ഒരു പരിപാടി നടത്തുന്നുണ്ട്. VS പറഞ്ഞു എനിക്കതിനെക്കുറിച്ച് അറിയാം, പുള്ളി അതിന് മുമ്പ് തന്നെ അത് അന്വേഷിച്ചിരുന്നു, ഞാൻ നാളെ എത്തിക്കോളാം. അങ്ങനെ പുള്ളി വന്നു. ആ സത്യാഗ്രഹ പരിപാടിയൊക്കെ ഉദ്ഘാടനം ചെയ്തു. അദ്ദേഹം താമസിച്ചത് എറണാകുളം ഗസ്റ്റ് ഹൌസിലാണ്. ഇതെല്ലാം കഴിഞ്ഞിട്ട് 1 മണിക്കൂർ അദ്ദേഹത്തിന്റെ പ്രഭാഷണം കഴിഞ്ഞിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു ഒന്ന് റൂമിലേക്ക് വരണം. പിന്നെ ഞാൻ റൂമിലേക്ക് ചെന്നു. അദ്ദേഹം എന്നോട് യോഗയെക്കുറിച്ചുള്ള അറിവുകളാണ് ചോദിച്ചത്. അദ്ദേഹം യോഗ ചെയ്യുന്ന ആളായിരുന്നു. പക്ഷെ ആരുടെടുത്തൊന്നും പഠിച്ചിട്ടില്ല, പുസ്തകം നോക്കി മാത്രമാണ് പഠിച്ചിട്ടുള്ളത്. അപ്പൊ അദ്ദേഹത്തിന്റെ ബുദ്ധിമുട്ടുകൾ മാറില്ല, പ്രത്യേകിച്ച് ബാക്ക് പെയിൻ മാറാനില്ല. ഇത്രയും കാലം യോഗ ചെയ്തിട്ടും എന്റെ അസുഖങ്ങൾ മാറാത്തത്, ഇതാണ് എന്നോട് ചോദിക്കാനുണ്ടായിരുന്ന ചോദ്യം. അപ്പോ ഞാൻ സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ഒരാളുടെ പഠിച്ചിട്ടില്ല, പുസ്തകം നോക്കി പഠിക്കുന്നു, അതുകൊണ്ടുള്ള കുറവുകൾ മാത്രമേ ഉള്ളൂ VS ഞാൻ പറഞ്ഞു. അങ്ങനെയാണ് അത് കറക്റ്റ് ചെയ്യാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു കറക്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. എനിക്ക് ആദ്യം എന്തൊക്കെയാണ് ചെയ്യണത് എന്നുള്ളത് അറിയണം. അതിനെന്താ നാളെ രാവിലെ വന്നോളൂ. അങ്ങനെ വെളുപ്പിനെ വന്നു. വെളുപ്പിനാണ് അദ്ദേഹം പ്രാക്ടീസ് ചെയ്തത്. വെളുപ്പിനെ ചെന്നു. ആ ടൈം പറഞ്ഞ കറക്റ്റ് ടൈമാണ്. ഇത്രയും ചിട്ടയുള്ള ഒരു മനുഷ്യൻ ഇല്ല എന്നാണ് ഞാൻ പറയുന്നത്. ആ പറഞ്ഞ ടൈമിന് 5 മിനിറ്റ് മുമ്പ് ഡോർ ഓപ്പൺ ആയിരുന്നു എറണാകുളം ഗസ്റ്റ് ഹൌസിൽ അദ്ദേഹത്തിന്റെ മുറി. യോഗ അദ്ദേഹം ചെയ്യുന്ന കണ്ടിട്ട് നമുക്ക് അത്ഭുതമാണ്. അത്രയ്ക്കും പോസ്റ്റർ ഭംഗിയായിട്ട് ചെയ്ത കാര്യം ചെയ്യുമ്പോൾ വളരെ സിൻസിയറായിട്ട് VS ചെയ്യും, അല്ലെങ്കിൽ അത് ചെയ്യില്ല. അപ്പോൾ ആ പോസ്റ്ററൊക്കെ ഭംഗിയാണ്, പക്ഷെ ബ്രീത്തിന് പ്രാധാന്യമില്ല, ഒരു ഓർഡർ ഇല്ല. അപ്പൊ ഞാൻ പറഞ്ഞു എല്ലാ പോസ്റ്ററും ഭംഗിയായിട്ടുണ്ട്, പക്ഷെ ഒന്ന് കറക്റ്റ് ചെയ്യാനാണ്. അപ്പൊ എങ്ങനെയാണ് കറക്റ്റ് ചെയ്യേണ്ടത്? അടുത്ത ദിവസം ഞാൻ വീണ്ടും ചെന്നു. ഒരു ദിവസം വെളുപ്പിന് ഞാൻ കറക്റ്റ് ചെയ്തോളാം. അപ്പൊ ഭക്ഷണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറഞ്ഞു. ഭക്ഷണം മാറ്റിയേ പറ്റൂ VS, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്ന് പൂർണ്ണത കിട്ടില്ല. മനുഷ്യ സ്നേഹിയാണ്. സാധാരണക്കാരെ ജനങ്ങളുടെ വിഷയത്തിൽ അദ്ദേഹം ജനങ്ങൾക്ക് എന്ത് പ്രശ്നം ഉണ്ടായോ, എവിടെ ഉണ്ടായോ അതിനെതിരായിട്ട് അദ്ദേഹം പ്രതികരിച്ചിരിക്കും. ആരാണെന്ന് നോക്കില്ല. അത്രയ്ക്കും അദ്ദേഹം ഫൈറ്റ് ചെയ്തു. ജനങ്ങളുടെ നേതാവ് എന്ന് വേണമെങ്കിലും നമുക്ക് പറയാം. പ്രകൃതിദത്തമായ ഭക്ഷണങ്ങൾ VSനെ പരിചയപ്പെടുത്തിയതും സുധീർ മാസ്റ്ററായിരുന്നു. പലതവണ VS സുധീർ മാസ്റ്ററുടെ വസതിയിലെത്തി ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. എറണാകുളത്ത് വന്നു കഴിഞ്ഞാൽ വീട്ടിൽ ഭാര്യ ഉണ്ടാക്കുന്ന ഭക്ഷണമാണ് കഴിച്ചിരുന്നതെന്നും സുധീർ മാസ്റ്റർ പറയുന്നു. ആ ഓർമ്മ സുധീർ മാസ്റ്ററുടെ ഓർമ്മകളിലേക്ക്. ന്യൂസ് ബ്യൂറോ, പള്ളുരുത്തി.